നമസ്കാരം. ഞാൻ വേറൊരു വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. മഗ്നീഷ്യം സൾഫൈറ്റ്, അതായത് നമ്മൾ മെഡിക്കേഷൻസ് ഇൻ ദ മെറ്റേണിറ്റി സിസ്റ്റം ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനകത്തുള്ള ഒരെണ്ണമാണ് മഗ്നീഷ്യം സൾഫേറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ ആന്റി സീഷർ മെഡിക്കേഷൻ ആയിട്ട് അല്ലെങ്കിൽ CNS ഡിപ്രസന്റായിട്ട് കൊടുക്കുന്ന ഒരു ഇതാണ് മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കോസസ് സ്മൂത്ത് മസിൽ റിലാക്സേഷൻ. ഓക്കെ, ഈ മഗ്നീഷ്യം സൾഫേറ്റ് പ്രഗ്നൻസിയിൽ കൊടുത്താലും നോർമൽ കേസിൽ കൊടുത്താലും നമ്മൾ പേഷ്യന്റ് സൈഡിൽ വെക്കുന്ന ഒരു ഡ്രഗിന്റെ പേരെന്നാണ്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അതായത് കാൽസ്യം ഗ്ലൂക്കണേറ്റ്. ആന്റിഡോട്ട് ഓഫ് മഗ്നീഷ്യം സൾഫേറ്റ് ആണ് കാൽസ്യം ഗ്ലൂക്കണേറ്റ്. ഓക്കെ, ഈ മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം? നമ്മൾ അവരുടെ റിഫ്ലക്സ് നമ്മൾ മസ്റ്റ് ആയിട്ട് നോക്കിയിരിക്കണം. ഓക്കെ, പിന്നെ അഡ്വേഴ്സ് എഫക്ട്സ് ആൻഡ് കോൺട്രാ ഇൻഡിക്കേഷൻസ് ഓൾറെഡി ഞാൻ ടോക്കോലൈറ്റിക്സിനകത്ത് പറഞ്ഞായിരുന്നു, എന്നാലും പറയുവാണ്. മഗ്നീഷ്യം ടോക്സിസിറ്റി ഉണ്ടാവും, അതായത് ഗ്രേറ്റർ ദാൻ 7.5 ആയിരിക്കും. പിന്നെ പൾമണറി എഡിമ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, എക്സ്ട്രീം മസിൽ വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഫ്ലഷിങ്, ഡിക്രീസ് യൂറിനറി ഔട്ട്പുട്ട്, ഹൈപ്പോടെൻഷൻ, ഡിപ്രസ്ഡ് റെസ്പിറേഷൻ ഒക്കെ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട് അല്ലേ. പിന്നെ മഗ്നീഷ്യം ടോക്സിസിറ്റി ഇൻക്രീസ് ആവും ന്യൂബോണില് കണ്ടിന്യൂസ് IV ഇൻഫ്യൂഷൻ ആണെങ്കിൽ. ഓക്കെ, IV administration should not be used for 2 hours preceding birth. Okay. പിന്നെ മഗ്നീഷ്യം സൾഫേറ്റ് may be prescribed for first 12 to 24 hours postpartum if it is used for pre-eclampsia. ഞാൻ പറഞ്ഞല്ലോ, സീഷർ കണ്ടീഷൻസിലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. പ്രീ എക്ലാംഷ്യയ്ക്ക് കൊടുത്തതാണ് എങ്കിൽ നമ്മൾ ഇത് 24 to 48 hours വരെ വീണ്ടും ഇത് നമ്മൾ യൂസ് ചെയ്യുവാണ് ചെയ്യുന്നത്. High doses can cause loss of deep tendon reflexes, heart block, respiratory paralysis, cardiac arrest. It is contraindicated with patients with kidney disease and myocardial damage. ഈ രണ്ട് പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ നമ്മൾ ഈ മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കില്ല. ഇനി മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇന്റർവെൻഷൻസ്: മോണിറ്റർ വൈറ്റൽ സൈൻസ് എവറി 30 to 60 minutes. അസസ് റീനൽ ഫംഗ്ഷൻ ആൻഡ് ECG. കാരണം കാർഡിയാക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മയോകാർഡിയൽ ഡാമേജ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ECG എടുക്കും. റീനൽ ഫംഗ്ഷൻ നോക്കിയാൽ മാത്രമേ കിഡ്നിക്ക് ഡാമേജ് ഉള്ളവരാണോ ഇല്ലയോ എന്ന് നമ്മൾ അറിയുള്ളൂ. ഓക്കെ, പിന്നെ ടാർഗറ്റ് റേഞ്ച് എന്ന് പറയുന്നത് 4 to 7.5 ആണ്. അതിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ മഗ്നീഷ്യത്തിന്റെ ലെവൽ പോയി കഴിഞ്ഞാൽ മഗ്നീഷ്യം ടോക്സിസിറ്റി ആണ്. ഓക്കെ, ഈ മഗ്നീഷ്യം എപ്പോഴും നമ്മൾ ഒരു ഇൻഫ്യൂഷൻ ഡിവൈസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ഓക്കെ, ബാക്സ്ട്രോ അല്ലെങ്കിൽ നമ്മുടെ സിറിഞ്ച് പമ്പോ അല്ലെങ്കിൽ ജെമിനി പമ്പോ, ഏത് പമ്പാണോ നിങ്ങളുടെ ഏജൻസി പ്രോട്ടോകോൾ അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നത്, അതിലൂടെ മാത്രമേ നമ്മൾ, അതായത് കൺട്രോൾഡ് റേറ്റിൽ മാത്രമേ നമുക്ക് ഈ മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, കാൽഷ്യം ഗ്ലൂക്കോണേറ്റ് പേഷ്യന്റിന്റെ ബെഡ് സൈഡിൽ വെച്ചിരിക്കണം. ഡീപ് ടെൻഡൻ റിഫ്ലക്സസ് നമ്മൾ നോക്കണം. പിന്നെ IO ചാർട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. മെയിൻ ആയിട്ട് നമ്മൾ പറ്റലർ ആൻഡ് നീ റിഫ്ലക്സ് ആണ് ബിഫോർ അഡ്മിനിസ്ട്രിങ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം റിഫ്ലക്സ് നോക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എപ്പോഴും ഓർത്തോണം, മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ റിഫ്ലക്സ് നോക്കണം. കാരണം അതില്ലെങ്കിൽ നമുക്ക് ടോക്സിസിറ്റി ആയോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇത്രയുമാണ് മഗ്നീഷ്യം സൾഫേറ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പം എൻക്ലെക്സിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ നന്നായിട്ട് തന്നെ പഠിക്കുക. ഇപ്പൊ എക്സാംസ് കുറച്ചും കൂടി ടഫായിക്കൊണ്ടിരിക്കുന്നു. അപ്പം നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ എക്സാം പാസ്സാവാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ജിഷ അനൂപാണ്, ജോ ആൻഡ് ജോ അക്കാഡമിയിൽ നിന്ന്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.